ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി. രാത്രി സ്റ്റേ ചെയ്ത നല്ല പ്രോപ്പർട്ടിയാണ്. അടിപൊളി ഫീൽ ചെയ്യുന്നത്. ഇലക്ട്രിക് സപ്ലൈ എല്ലാം ഉണ്ട്. അത്യാവശ്യം ലക്ഷറിയാണ്. നമുക്ക് പുറത്തിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം രാവിലെ 6:45 7 മണിയാവാറായി. 6 മണിക്ക് പുറപ്പെടും വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയാണ് യാത്ര. തുർത്തുക്ക് വില്ലേജിലേക്കാണ് പോകുന്നത്. എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമുള്ള എന്താ പറയുക ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ് തുർത്തുക്ക് വില്ലേജ്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ലെങ്തി ആക്കി എടുത്തിരിക്കുക കേട്ടോ. ഞാൻ അധികം സംസാരിക്കാത്തൊക്കെ എൻ്റെ സൗണ്ടെല്ലാം പോയി കിടക്കുക. ഇത്രയും തണുപ്പാണ്. ഞാൻ തണുത്ത വെള്ളമെല്ലാം കുടിച്ചത്. അതുകൊണ്ട് തന്നെ അറിയാമല്ലോ തണുത്ത വെള്ളം തണുപ്പത്ത് കുടിച്ച് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. ഇതാണ് സിയാച്ചിൻ റേഞ്ചിലെ ഒരു എയർഫീൽഡ്, മിനി എയർഫീൽഡാണ് ഇത്. ഹുണ്ടറിന് തുർത്തുക്കിലേക്ക് പോകുന്ന വഴിക്കുള്ള എയർഫീൽഡാണ്. തുർത്തുക്കിലേക്കുള്ള റൂട്ടാണ് ഗൈസ്. അടിപൊളി റൂട്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ കിടിൽ റൂട്ടാണ് കേട്ടോ. ആ ട്രക്കെല്ലാം വരുന്നുണ്ടില്ലേ, ചെറിയ പാസേജാണ് ഇവിടെ ഉള്ളത്. പാലത്തിലൂടെയാണ് അവരിനി ഇങ്ങോട്ട് കടന്നു വരാനുള്ളത്. പിന്നെ അടിയിലത്തെ പുഴ കണ്ടില്ലേ, അടിപൊളി. ഒരു വണ്ടിക്ക് വരാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അടിപൊളി, സൂപ്പർ. ഒരു ബസ്സിന് വരാനുള്ള വഴിയേ ഉള്ളൂ ഇവിടെ. നോക്കിയ പാറ ഓർമ്മുണ്ടാക്കിയത് അടിപൊളി. സപ്പോർട്ടാണ്. ഈ റോഡ് നേരെ പോകുന്ന തുർത്തുക്ക് വില്ലേജിലേക്കാണ്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഹണ്ടർ എന്ന വില്ലേജിലാണ്. ഈ കാണുന്ന മലകൾ പാകിസ്ഥാൻ്റെതാണ്. ഈ കാണുന്ന മല അപ്പുറം പാകിസ്ഥാനാണ്. ഇവിടെ ഇന്ത്യയുടെ അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഒക്കെ ബങ്കറുകൾ ഇവിടെ പലയിടത്തായിട്ട് നമുക്ക് കാണാം. ഇതാണ് ഷൈലോക്ക് റിവർ. നമ്മൾ ഇന്ന് മൊത്തം ഫോളോ ചെയ്തത് ഷൈലോക്ക് റിവറാണ്. നമ്മുടെ സൈഡ് കംപ്ലീറ്റ് കണ്ടത് ഷൈലോക്ക് നദിയാണ്. ഇത് കാരാക്കോറം റേഞ്ചാണ്, മൗണ്ടൻ റേഞ്ചാണിത്. ഹിമാലയം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.
ആണ്, അതുകൊണ്ടാണ് ഈ ഒരു മാർഗം സ്വീകരിക്കുന്നത്. എങ്ങനെയാണിത് വളച്ചെടുക്കാൻ പോകുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഈ ജമ്മു കാശ്മീർ ലഡാക്ക് വണ്ടി രജിസ്ട്രേഷനുള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയാണെങ്കിൽ പോലും അതിപ്പോൾ എത്ര നേരിയ റോഡാണെങ്കിലും ഒരു ടെൻഷനും വേണ്ട, അവരെങ്ങനെയെങ്കിലും അത് വളച്ചെടുക്കും, എന്താ പറയുക, മറികടക്കും. ഒരു ടെൻഷനും വേണ്ട, നല്ല പക്വതയോടെയാണ് എന്താ പറയുക അവർ വണ്ടി എടുക്കുക, നല്ല ക്ഷമയോടെയാണ് അവർ വണ്ടി എടുക്കുക. അതേസമയം മറ്റ് സംസ്ഥാനത്ത് വരുന്ന ആൾക്കാരുടെ ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര റഫും അതേസമയം ഈ ചെറിയ നാരോ റോഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു പെട്ട കളി കളിക്കുക അവർ ഉണ്ടല്ലേ. എടുത്തു കണ്ടില്ലേ, കൂളായിട്ട് നമ്മുടെ ബസ്സാരെ എടുത്തു. ഇതാണ് ഇവിടുത്തെ ഡ്രൈവർമാർ പ്രത്യേകത. താങ് വില്ലേജിനാണ് ഉള്ളത്. ബോർഡർ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് 50 മീറ്റർ ഒക്കെ ഇങ്ങനെ നടന്നു കയറാൻ പോകുന്നത്. 30 മീറ്ററും കൂടി പോകാനുണ്ട്. പിന്നെ ഇവിടുത്തെ ആപ്രിക്കോട്ട് എന്തിനാ ഇവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. മികച്ച ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആപ്രിക്കോട്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, ടാറ് ടേസ്റ്റ് കേട്ടോ. പിന്നെ ഞാനൊരു ആപ്രിക്കോട്ട് ടിന്നും വാങ്ങിയിട്ടുണ്ട്, ക്യാന്. ഞാൻ കാണിച്ചു തരാം, അതിനുശേഷം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്നത് പാകിസ്ഥാനിലെ വില്ലേജ് കേട്ടോ. കണ്ടാ ഒക്കെ പാകിസ്ഥാൻ്റെ ഏരിയ ആണ്. അതിന് തൊട്ട് മുന്നെയാണ് LOC ഉള്ളത്, ലൈൻ ഓഫ് കൺട്രോൾ. പിന്നെ നോമാൻസ് ലാൻഡ്, പിന്നെയാണ് പാകിസ്ഥാൻ. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന കൃഷി, ആപ്രിക്കോട്ട്. പിന്നെ ഇവിടെ പുല്ലെല്ലാം കുട്ടിച്ചാണ് കണ്ടില്ലേ. ഇത് തണുപ്പ് കാലത്തേക്കുള്ള തയ്യാറെടുപ്പാണ്. ഭക്ഷണം അതേപോലെ തന്നെ ഈ വിറകും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഇവർ ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ചെറിയ വഴിയാണ്. വേറൊരു കാര്യം പറയാം, നമ്മൾ ഇവിടെ വരുന്ന ഓരോ ആൾക്കാരും ഈസ് അണ്ടർ ദി വാച്ച് ഓഫ് എനിമി ഒബ്സർവേഷനാണ് നമ്മളുള്ളത്. അപ്പോഴത്തെ സ്നൈപ്പേഴ്സും ബങ്കേഴ്സൊക്കെ കൂടി അവർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ വരുന്നവർ അത് മനസ്സിലാക്കുക. ഇവിടുത്തെ ഒരു സ്കൂൾ കേട്ടോ, ഗവൺമെൻറ് മിഡിൽ സ്കൂൾ താങ് നുബ്ര. ഈ നുബ്ര ഏരിയയുടെ ഭാഗമാണിത്. പിന്നെ ഒരു ആക്സിസ് ബാങ്ക് ഉണ്ട് ഇവിടെ, ATM ഉണ്ടോ. ചെറിയൊരു സ്കൂൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. നടന്നു വന്നത് ആ വഴി. അതാണ് ആ ഒരു എൻഡ് പോയിന്റ്, വ്യൂ പോയിന്റ് വരുന്നത് അവിടെയാണ്. അത് ഇന്ത്യൻ്റെ കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വോളിബോൾ കോർട്ട്. ഇതാണ് ആ പോയിന്റ്, ആ ലാസ്റ്റ് പോയിന്റ്, വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് കയറി പോകുന്നത്. നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കട്ടാ, ഇന്തോ പാക് റെസ്റ്റോറൻറ്റ്. ഈ ആഖിർ റെസ്റ്റോറൻറ്റാണ് ഇന്ത്യ പാക് ബോർഡർ കാ. യഹി ആഖിർ അല്ല ഇന്ത്യ. അപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്ത്, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റാണ് കേട്ടോ. ബഹുത് ശുക്രിയ ഭയ്യ, ബഹുത് ശുക്രിയ. ഇപ്പോൾ ബോർഡർ റെസ്റ്റോറൻറ്റ് ഒരു ചായ ഗഹവയാണ്. ഇതൊരു ആപ്രിക്കോണിൻ്റെ പതാമൊക്കെ ഉണ്ട് ഇതിൽ. കണ്ടൻറ്റേ 50 രൂപ, 50 റുപ്പീസാണ് ചാർജ്. ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. ഒരു കാര്യമുണ്ട്, ബഹുത് മസാ ലഗ. അപ്പോൾ അദ്ദേഹം നമ്മൾ ഡ്രൈവർ കേട്ടോ. ഭായ് आपका नाम बोलो. हाँ, इसका ये जगह में बस 3 दिन हो गया ना टूरिस्ट आकर. बस 3 दिन हो गया. और इसका पहले कभी भी 1947 के बाद कोई टूरिस्ट नहीं आया ना. बस ये 3 दिन, ये तीसरा दिन है. और शायद केरला से शायद हम होगा पहले आप लोग आए.
എങ്ങനെയുണ്ട് 1947 ശേഷം ആദ്യമായിട്ട് 3 ദിവസമായിട്ടുള്ളൂ ഇവിടെ ടൂറിസ്റ്റുകാർ അവിടെ അലാബിയത്തിൽ. ഭയ്യ തക്ഷിയാണോ? തക്ഷി തങ് 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 എന്ന സ്ഥലത്തുള്ളത്. അവിടെ കണ്ടിട്ടില്ലേ? തങ് വാലി റെസ്റ്റോറൻറ്റ്, THANG തങ് വാലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകളുടെ ഡിസൈനൊക്കെ കണ്ടില്ലേ? വളരെ സിമ്പിളായ ഡിസൈനാണ്. പിന്നെ ജനലിൻ്റെ മുന്നേയൊക്കെ വല കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ മഞ്ഞ് കാലത്ത് എന്താ പറയുക, ആൾക്കാർ വീടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇവർക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. സ്കൂള് ആ ഒരു ടൈമിലൊക്കെ അടഞ്ഞെടുക്കും. പിന്നെ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞാൽ ഒന്നുകൂടെ ഇവിടെ ഒരു വരുന്ന വഴിക്കൊരു ബോർഡുണ്ടായിരുന്നു. അവിടുന്ന് ചെറിയൊരു ഓഫ് റോഡാണ്, ചെറിയ വഴി, ചെറിയൊരു കുടിയിലാണ് വീട്. രാത്രി കഴുതിയുള്ളത്. भैया ये रास्ते में आने वक्त एक स्कूल देखा ना, जिसको पाकिस्तान ने बनाया ना, लेकिन रन करता है इंडिया करता है अभी। हाँ, पहले पाकिस्तान करता है, पहले पाकिस्तान। गाँव में पाकिस्तान था ना, पहले दोनों थे। हाँ, बाद में भगाया था। हाँ, पहले पाकिस्तान था, यहाँ से जहाँ एयरपोर्ट था ना, एयरपोर्ट वहाँ तक पाकिस्तान के थे। ओके। जब 1962 62 तो चीन के साथ हो गया था इंडिया, और 1971 में उनको भगाया था यहाँ से। ओके। यहाँ पे पहुँच के पट्टी बनाया था, वरना आगे भी था वो गाँव भी हमारा होना था। वो गाँव देखा ना अभी, वो भी हमारा होना था। अब वहाँ से यहाँ तक पहुँच गया तो यहाँ पे पट्टी बनाया, तब तो उन्होंने वहाँ कब्जा कर चुके थे, पूरा सेटिंग हो चुकी थी। ओके। तभी प्रॉब्लम हो गया बाद में। हाँ, और आप आर्यन है ना? हम आर्यन है सर। आर्यन आपका जगह? हमारा भी यहाँ से भी पहुँचता है हानो विलेज से। हानो विलेज यहाँ से तुर्तुक से उधर हमारे गाँव में नजदीक है। नजदीक आपका विलेज? अभी रोड थोड़ा थोड़ी नहीं हो गया तो लोग पैदल जाते हैं यहाँ से, टूर ट्रेकिंग में जाते हैं। ये आर्मी के साथ ये जाता है, मतलब सिक्योरिटी जॉब जाते हैं ना यहाँ से, उनके साथ हम यहाँ से अम्युनिशन लेके यहाँ से हमारा लोग जाता है यहाँ से आगे हनु में। ओके, प्रोटेक्शन के साथ। ഓക്കെ. നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് തന്നെ എത്തി. ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് പോയിന്റ് പറഞ്ഞാൽ ഇതാണ്. അവിടത്തേക്ക് തന്നെ വന്ന് ഇവിടെ BSNL അല്ലാതെ വേറെ ഒന്നിനും നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ഓക്കെ, പേയ്മെന്റ് കിയാ? ഓക്കെ. ഇവിടെ മ്യൂസിയം ഉണ്ട്. താങ്, ദി നോർത്തേൺ മോസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് വിൻ്റർ. അപ്പോൾ ഇതാണ് മ്യൂസിയത്തിലേക്കുള്ള വഴി. 2 സൈഡിലും പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് ഇത് ഭംഗിയാൻ നോക്കിയിട്ട്. ഇതിൽ ഭൂരിഭാഗം ചെടികളും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് മ്യൂസിയം. ഇവിടെ ആരൊക്കെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. മ്യൂസിയത്തിലൊക്കെ ക്യാമ്പ് ചെയ്യാൻ അനുവദിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ചെറിയൊരു ബിൽഡിങ് മ്യൂസിയത്തിൻ്റെ. ഫോട്ടോ എടുക്കട്ടെ. മ്യൂസിയം എത്തി. അയ്യോ, ഒന്നുമില്ലേ. ഇന്ത്യയുടെ കൊടിയുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് ലുക്ക് വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. ഓക്കെ, പെർ പേഴ്സൺ 50. ഇത് ചെറിയൊരു കിച്ചണോ മജലിസോ അതുപോലത്തെ ഒരു ഗസ്റ്റ് റൂം പോലത്തെ ഉണ്ട്. ഇവിടെ വിൻഡോൻ്റെ അപ്പുറം എന്താ കാണാൻ നോക്കില്ല. ഓക്കെ, ഒരു ഗ്രാമമാണ് ആ കാണുന്നത്. അവരുടെ വീടും സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ. കിച്ചണാണ് കേട്ടോ. ഇതാണ് കിച്ചൺ. ഇവിടെ നിലത്തിരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം ഈച്ചയാണ്. ഇപ്പം ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അടുക്കളയുടെ ബാക്ക് സൈഡാണിത്. നമ്മൾ വരുന്ന വഴി കേട്ടോ. അത് മുകളിലോട്ട് കയറി പോയാൽ ഇങ്ങനെയാണ് ഇവർ റൂഫ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് എനിക്ക് ഒന്ന് റീസെറ്റ് ചെയ്യുന്നതാണിത്. പുതിയ എന്താ കമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വിൻ്ററിന് ആയിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്.
രണ്ട് സൈഡിലും. ഇതിന് ഐഡിയ എന്താണെന്ന് അറിയാം, സംഭവം കൂട്ടാൻ പറ്റുന്ന കേട്ടോ. മുകളിൽ നിന്ന് വരുന്ന സ്പ്രിങ് വാട്ടറാണ്. ഇങ്ങനെ പോയി 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 ഇങ്ങനെ താഴെ വരെ പോവും. കണ്ടില്ലേ, ഐഡിയ കണ്ടില്ലേ. പിന്നെ ഇവരുടെ ഒരു വീടാട്ടോ, ഒരു വർഷം മുന്നേ വീടാണ്. ഈ വീട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഗസ്റ്റുകളുടെ ഒപ്പം പോയിരിക്കുക പുറത്ത്. നമുക്കിനി ടെറസ് ഒന്ന് പോയി നോക്കാം. മുകളിലേക്കുള്ള റൂട്ട്, ടെറസിലേക്കുള്ള വഴി. അയ്യോ, മരം കൊണ്ടുണ്ടാക്കിയാണ്. എനിക്കൊന്ന് ഇവരാന്ന് തോന്നുന്നു ഇവിടുത്തെ അംബാനി. എന്താ മുകൾ ഭാഗം വളരെ സിമ്പിളാണ്. കന്നുകാലികൾക്ക് വേണ്ടിയിട്ടുള്ള ഉണക്കപ്പൂലും കാര്യങ്ങളൊക്കെ അത് വിൻ്ററിലേക്കുള്ള ശേഖരിക്കുന്ന. പിന്നെ ഇത് നമ്മുടെ ആപ്രിക്കോട്ടിൻ്റെ വിത്താണ്. ഇതിൻ്റെ ഉള്ളിലാണ് ചെറിയ ഒരു സീഡ് ഉണ്ടാവും. ഓക്കെ ഓക്കെ, സീഡല്ല, സോറി, ബദാം. ആപ്രിക്കോട്ട് ബദാം കിട്ടുന്നത് ഇതിൻ്റെ അകത്ത്. നേരത്തെ കുടിച്ച ഗഹവ അതിനുള്ള ബദാം ഇതിലാണ് കിട്ടുന്നത്. ഇവിടെയൊക്കെ ആപ്രിക്കോട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൂഫ്. നമ്മൾ താഴെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ, വ്യൂ കണ്ടില്ലേ, ജനറേറ്ററൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഇതൊക്കെ എന്താ പറയുക, മേടിക്കാൻ പറ്റുന്നവർ അത്യാവശ്യം സാമ്പത്തികമായിട്ട് എന്താ പറയുക സെറ്റിലായ ആൾക്കാരായിരിക്കും. പിന്നെ ഇത് ഹീറ്ററാണ്, വാട്ടർ ഹീറ്ററാണ്, സോളാർ ആണ്. അതെ അതെ, സോളാർ ഹീറ്റർ അല്ല, ഇത് ജനറേറ്റർ അല്ല, ഇത് സോളാറിൻ്റെ എന്താ പരിപാടിയാണ്. വെള്ളത്തിൻ്റെ ഹീറ്റിംഗ് സംഭവം അങ്ങനെ എന്തോ ആണ് കേട്ടോ. ചോദിക്കാനിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് അധികം ഒന്നും പറയണില്ല. അങ്ങ് ദൂരെ കാണുന്നതൊക്കെ പാകിസ്ഥാനാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എപ്പോഴും യു ആർ അണ്ടർ എനിമി ഒബ്സർവേഷൻ. പിന്നെ ഇവിടെ തട്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മെയിൻ ഉദ്ദേശം വെച്ചാൽ ലാൻഡ് സ്ലൈഡുകൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകുന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെ വീടെടുത്താലും ഏത് സമയത്തും അത് തകർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങണം. അതെ, ഗ്രേപ്സ് ആണ്. ഞാൻ ചോദിച്ചു, മുന്തിരിയാണ്, ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ഉണ്ടല്ലേ ഗ്രേപ്സ്. ഇവിടെ കറുപ്പ് കളർ ഗ്രേപ്സ് ഉള്ള ഈ ഭാഗത്ത്, മുന്തിരി വള്ളികൾ, നമ്മളെ ഇന്ത്യയുടെ കൊടി. പിന്നെ അവിടെ ആപ്രിക്കോട്ടിൻ്റെ മരങ്ങളൊക്കെ കാണാം. അവിടെ ഇവിടെ നേരെ മുന്നിൽ കാണുന്ന റെസ്റ്റോറൻ്റാണ്. ഇതൊക്കെ അവരുടെ പ്രോപ്പർട്ടിയാണ്. റെസ്റ്റോറൻറ്റും അവരുടെ പ്രോപ്പർട്ടിയാണ്. നല്ല എന്താ പറയുക, നല്ല വർക്ക് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നവർ. എന്താ നടക്കാനും റിലാക്സ് ചെയ്യാനും ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. ഒറ്റ ഭംഗിയാന്ന് നോക്കി, എത്ര പൂമ്പാറ്റകളും. ഇങ്ങനത്തെ പൂക്കൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്താ സൺഫ്ലവർ, ഇത് ഞാൻ അവിടെ ഇവിടെ കയറി കണ്ടിട്ടുണ്ട്, വരുന്ന വഴിക്കെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ഇതെന്താണോ, തക്കാളിയാണോ, എന്താ ഇവിടെ ഇതാ, അതെ അതെ ചെറിയ തക്കാളിയാണിത്. അതെ തക്കാളിയാണ്, അടിപൊളി. ചൈനീസ് ഓണിയൻസോ ഓക്കെ. ഇനി ഉള്ളി ഏതായാലും ഭൂമിക്ക് അടിയിൽ വളരുന്ന സാധനം കാണാൻ സാധിക്കില്ല. അതിൻ്റെ ആ ചെടി നമ്മൾ കണ്ടല്ലോ, ഇതാണെന്ന് തോന്നുന്നു ആ ചെടി. ഓക്കെ, ചൈനീസ് ഓണിയൻസിൻ്റെ ചെടിയാണത്, ഇലകൾ. പിന്നെ ഇവിടെയും എന്തൊക്കെയോ കായകളൊക്കെ കാണാം. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ജപ്പാനി ഫാൽ പെർസിമോം എന്നറിയില്ല കേട്ടോ. വെള്ളം ഇങ്ങനെ മെല്ലെ വളരെ സ്ലോലി ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ ഫില്ലായി. ഇവിടുന്ന് വളരെ ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പം സ്ലോ ആണ്, സ്റ്റോപ്പിനാണ്. പിന്നെ എന്താ ഫ്രിഡ്ജാണിത്, ഐസ് വെള്ളമാണ്, നല്ല തണുപ്പാണ്. നല്ല നോക്കോ, നല്ല തണുത്ത ഫ്രീസറല്ല ഫ്രിഡ്ജ്. അതേപോലെ ഹാൻഡ് വാഷും അതേപോലെ തന്നെയാണ്, ഉണ്ടല്ലേ, അതേപോലെ തന്നെ ഹാൻഡ് വാഷ്. നല്ല തണുത്താണ്. ഇവിടെ മുകളിലൊന്ന് കയറി വെക്കാരോ.
ഇവിടുത്തെ ബാക്ക് സൈഡ് കേട്ടോ. ഈ ഷോപ്പിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. പിന്നെ അവിടെ ചെറിയൊരു കിച്ചൺ എന്തോ ഉണ്ട്. आपका भाई है? हाँ हाँ